ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ പി.വി. അൻവർ എം.എൽ.എ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നു. തൃശൂർ ഡി.ഐ.ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തുന്നത്. എ.കെ. ലതീഷ് ചേരുകയാണ്. ലതീഷ്, മൊഴിയെടുക്കൽ എങ്ങനെ പുരോഗമിക്കുന്നു? രാവിലെ 11 മണിയോടുകൂടിയാണ് പി.വി. അൻവർ എം.എൽ.എ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകാനായി എത്തിയത്. 7 മണിക്കൂർ മൊഴിയെടുക്കൽ പിന്നിട്ടിരിക്കുന്നു. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസാണ് പി.വി. അൻവറിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നത്. DGP M.R. അജിത് കുമാറിന്റെ സാമ്പത്തിക ഇടപാട്, മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെ സ്വർണ്ണക്കടത്ത് ബന്ധം, എടവണ്ണ റിദാൻ വധക്കേസിലെ ദുരൂഹത, സോളാർ കേസ് അട്ടിമറി തുടങ്ങിയ 14 പരാതികളാണ് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഈ വിഷയങ്ങളിൽ അൻവറിന്റെ വിശദമായ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കൽ ഇത്ര അത്തരത്തിൽ 14 വിഷയങ്ങളിലെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് മൊഴിയെടുക്കൽ നീളുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അൻവറിന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വകുപ്പുതല അന്വേഷണത്തിന് പിന്നാലെ പത്തനംതിട്ട SP സുജിദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരു മാസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ നിർദ്ദേശം. കയ്യിലുള്ള തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തിന് കൈമാറും എന്നാണ് മൊഴിയെടുക്കലിനെത്തിയ പി.വി. അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷം അൻവറിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, എ.കെ. ലതീഷ് വിവരങ്ങൾ നൽകിയത്.